പിന്നെ നമ്മുടെ 4th ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമായിട്ടുള്ള മാൻ ഇൻഡ്യൂസ്ഡ് ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ ആണ് കാണുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ മാൻ ഇൻഡ്യൂസ്ഡ് ഹസാർഡ്സ് അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടെന്നുള്ളത് നോക്കാം. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് കെമിക്കൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ ആണ്. മാൻ ഇൻഡ്യൂസ്ഡില് കെമിക്കൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ, അതേപോലെ തന്നെ ഫിസിക്കൽ ഹസാർഡ്സ് ആയിട്ടുള്ള സോയിൽ ഇറോഷൻ, പിന്നെ ബയോളജിക്കൽ ഹസാർഡ്സ്, ഇങ്ങനെ ഡിഫറെന്റ് ഹസാർഡ്സുകളാണ് മാൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ളത്. അതിനകത്ത് ഫസ്റ്റ് വൺ കെമിക്കൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനകത്ത് കെമിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പം കെമിക്കൽ മൂലം ഏതെങ്കിലും കെമിക്കൽ ഇൻഡസ്ട്രീസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ മൂലം നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും കെമിക്കൽ മൂലം അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, അതല്ല എങ്കിൽ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ വരുന്ന ഹസാർഡ്സ്, അതാണ് കെമിക്കൽ ഹസാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കെമിക്കൽ ഹസാർഡ്സ് ആണ്. അപ്പോൾ അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്നതാണ് കെമിക്കൽ ഹസാർഡ്. അപ്പോൾ കെമിക്കൽ മൂലം ചിലർക്ക് ലൈഫ് തന്നെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, കെമിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ ഇത് ഒരു ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി അവർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഈ കെമിക്കൽ ഹസാർഡ്സുകൾ വരുന്നത്. അവർ ഉപയോഗിക്കുന്ന കെമിക്കൽ, ഇപ്പം നമ്മൾ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിക്കുന്ന, അപ്പോൾ അതിൻ്റെ അളവ് കൂടുന്ന സമയത്ത് ആൾക്കാരെ അത് അഫക്റ്റ് ചെയ്യുന്നു, അവരുടെ എന്താ പറയുക ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നു. ചെറിയ ചിൽഡ്രൻസിനെയൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് അഫക്റ്റ് ചെയ്യുക. പിന്നെ കെമിക്കൽസ് കൊണ്ടുപോകുന്ന സമയത്ത് അത് തുളുമ്പ് വീഴുന്നത്, അതൊക്കെ ആ പ്രദേശത്തുള്ള ആൾക്കാരെയൊക്കെ അത് എഫക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെയാണ് ഈ കെമിക്കൽ. അപ്പോൾ ഒരു ഹ്യൂമൻ പ്രൊഡക്ഷനാണ് ഈ കെമിക്കൽസ് എന്ന് പറയുന്നത്. അപ്പം അത് മറ്റുള്ളവരെ എന്താ പറയുക എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതൊരു ഹസാർഡായിട്ട് മാറുന്നത്. ഇപ്പം ഇതിനകത്ത് നമുക്ക് കെമിക്കൽ ഹസാർഡുകളിൽ ഹാംഫുള്ളായിട്ട് കുറേ കെമിക്കൽസ് ഉണ്ട്. ഇപ്പോൾ ബേണിംഗ് ഓഫ് ഫോസിൽസ്, മെറ്റീരിയൽസ് ആൻഡ് കെമിക്കൽ യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഡസ്ട്രി, വാട്ടർ സപ്ലൈ, കെമിക്കൽ സ്പില്ലേജസ്, ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ്, ഡെലിബറേറ്റ് റിലീസ്, ഇതൊക്കെ കെമിക്കൽ ഹസാർഡ്സിൽ വരുന്നതാണ്. ദെൻ അടുത്തത് പറഞ്ഞു വെക്കുന്നത് സോയിൽ ഇറോഷൻ ആണ്. സോയിൽ ഇറോഷൻ എന്ന് പറയുമ്പം അതിനകത്ത് എന്താ പറയുക, നമ്മുടെ മണ്ണ് ഒലിച്ചു പോകാനുള്ള ആ ഒരു സിറ്റുവേഷനാണ് സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സോയിൽ ഇറോഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. സോയിൽ ഇറോഷനിൽ സെഡിമെന്റ്, സോയിൽ, റോക്ക് ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഒഴുകി പോകുന്നതാണ്. സെഡിമെന്റ് എന്ന് പറഞ്ഞാൽ മണ്ണ് ഇടിഞ്ഞു വന്നിട്ട് ആ മണ്ണ് ഇങ്ങനെ ഒഴുകി ഒരു സ്ഥലത്ത് ചെന്ന് ആ ഒരു ഇതാണ്. ശരിക്കും സെഡിമെന്റ് നമ്മൾ കണ്ടതാണ് ഊറൽ, മണ്ണ് എന്താ പറയുക വെള്ളമൊക്കെ ഊറാൻ വെക്കുന്ന അതിൻ്റെ അടിയിൽ ഊറൽ, അതിന് സെഡിമെന്റ് എന്ന് പറയും. അപ്പം ഇത് ഒരു സ്ഥലത്ത് നിന്ന് ഇടിഞ്ഞു വരുന്ന മണ്ണ്, ആ മണ്ണ് ഇങ്ങനെ ഇടിഞ്ഞ് ഒരു സ്ഥലത്ത് വന്ന് കൂടിക്കിടക്കുക, അതിനെയാണ് ഇവിടെ സെഡിമെന്റ് എന്ന് പറയുന്നത്. പിന്നെ സോയില്, റോക്ക് അല്ലെ, ഇടിഞ്ഞു വരുന്ന എല്ലാം ഇറോഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക മണ്ണൊലിപ്പാണ്. അപ്പോൾ ഇടിഞ്ഞു വരുന്ന എല്ലാം എന്താ ഇറോഷനിൽ വരും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത് പാറകളാവാം, മണ്ണാവാം, മണലാവാം, അതൊക്കെ ഈ പാർട്ടിക്കിൾസ് ഒക്കെ ഇറോഷന്റെ ഭാഗമാണ്. ഇതെങ്ങനെയാണ് ഈ സോയിൽ ഇറോഷൻ ഉണ്ടാകുന്നത്? ശക്തമായ മഴ പെയ്ത് കഴിയുമ്പോൾ അവിടെ മണ്ണ് എന്താ പറയുക ശക്തമായിട്ട് മണ്ണിലേക്ക് ഇങ്ങനെ കുത്തി ഒലിച്ച് വരുമ്പോൾ അവിടെ മണ്ണ് ഒഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. ചില സ്ഥലത്ത് എന്താ പറയുക ശക്തമായിട്ട് വെള്ളം ഒഴുകുമ്പോൾ അതിൻ്റെ ഫോഴ്സ് മൂലം, ചില ശക്തമായ കാറ്റ് വരുമ്പോൾ അതിൻ്റെ ഫോഴ്സ് മൂലം ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് മണ്ണ് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെട്ട്, അതായത് നമ്മൾ മണ്ണിൽ ഉപയോഗിക്കുന്ന കൂടുതലായിട്ടുള്ള വളം, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെട്ട് മണ്ണ് ഒലിച്ചു പോകാം. ഇനി അതിലും ഏറ്റവും കൂടുതലുള്ളൊരു കോസ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ മരങ്ങളൊക്കെ വെട്ടിമാറ്റി കഴിയുമ്പോൾ മരത്തിന്റെ വേരുകൾ മണ്ണിനെ പിടിച്ചു നിർത്തുന്ന ഒന്നാണ്. അപ്പം മരമൊക്കെ വെട്ടിക്കളയുമ്പോൾ അത് ഉണങ്ങിപ്പോയി, അതിന്റെ വേര് എന്താ പറയാ ബലമില്ലാതെ അത് ഉണങ്ങിപ്പോകും. അങ്ങനെ വരുന്ന സമയത്ത് അവിടുത്തെ മണ്ണ് ഒലിച്ചു പോകും. അപ്പം അങ്ങനെ സോയിൽ ഇറോഷൻ ഈ രീതിയിലൊക്കെ സോയിൽ ഇറോഷന് കാരണമാണ്. കോസസ് ഓഫ് സോയിൽ ഇറോഷൻ പറയുന്നത് അതിനകത്ത് ഫസ്റ്റ് ക്ലൈമറ്റ് ഫാക്ടേഴ്സ് ആണ്. ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ചസ്, ചില സമയത്ത് ഭയങ്കര വിൻഡ് ആയിരിക്കും, സ്ട്രോം, ടെമ്പറേച്ചറിൽ വരുന്ന മാറ്റം, ഇതൊക്കെ സോയിൽ ഇറോഷന് കാരണമാണ്. പിന്നെ ജിയോളജിക്കൽ ഫാക്ടേഴ്സ്, മണ്ണിന്റെ ഘടന, അത് എങ്ങനെയാണ്, ചില സ്ഥലത്ത് ഇങ്ങനെ സ്ലോപ്പ് ആയിട്ടുള്ള ഭൂപ്രദേശങ്ങളായിരിക്കും. അപ്പോൾ ആ ഭൂപ്രദേശത്തിന്റെ
എങ്ങനെയുള്ള സ്റ്റൈലാണോ ഭൂമി അതിനനുസരിച്ച്. ഇപ്പോൾ വളരെ സ്ലോപ്പായിട്ടുള്ളിടത്തൊക്കെയാണ് ഈ ശക്തമായിട്ട് പിന്നെ വെള്ളവും ഇതൊക്കെ കുത്തി ഒഴുകി വരുന്ന സമയത്ത് അത് ഇടിഞ്ഞു വീഴാനുള്ള ചാൻസ്. അപ്പം മണ്ണ് ഇവിടുന്ന് ഒലിച്ചു പോകും. ദെൻ ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ ആ ഒരു ഏരിയയുടെ പ്രത്യേകത, ആ ലാൻഡ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അവിടുത്തെ ഫെർട്ടിലിറ്റി ഒക്കെ നഷ്ടപ്പെടുവാണെങ്കിൽ ആ മണ്ണ് ഒലിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ക്ലൈമറ്റിക് ഫാക്ടേഴ്സും ജിയോളജിക് ഫാക്ടേഴ്സും ബയോളജിക്കൽ ഫാക്ടേഴ്സും ആണ് ഇതിൻ്റെ കോസസ് ഓഫ് സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് സോയിൽ ഇറോഷൻ പ്രോസസ്സാണ്. എങ്ങനെയാണ് ഈ സോയിൽ ഇറോഷൻ ഏതൊക്കെ രീതിയിലാണുള്ളതെന്നാണ് സോയിൽ ഇറോഷൻ പ്രോസസ്സ് പറഞ്ഞു വെക്കുന്നത്. അപ്പം നമ്മൾ അന്ന് ക്ലാസ്സിൽ കണ്ടതാണ്, ഓരോ പിക്ചർ വെച്ചിട്ട് ഞാൻ ഓരോന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് മാസ് വാസ്റ്റിംഗ് ആണ്. മാസ് വാസ്റ്റിംഗ് എന്ന് പറയുന്നത് മണ്ണ് മാസ് മൂവ്മെൻറ്റ് ഓഫ് സോയിലാണ്. നമ്മുടെ മണ്ണ് ഒഴുകുന്നത്, അതായത് ഈ മണ്ണ് ഇടിഞ്ഞു പോകുന്നത്, സോയിൽ ഇറോഷൻ മണ്ണൊലിപ്പ് ഉണ്ടാകുന്നത് എന്താ പറയുക, മാസ് മൂവ്മെൻറ്റ്, വളരെ ശക്തമായിട്ട് ഒരു ആ പ്രദേശത്തെ മണ്ണ് മുഴുവൻ ഇങ്ങനെ ഒഴുകി പോകുന്നതാണ് മാസ് വാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡൗൺ സ്ലോപ്പ് മൂവ്മെൻറ്റ് ഓഫ് റോക്ക് ആൻഡ് സെഡിമെന്റ്സ് മെയിൻലി ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആണ്. അപ്പോൾ ഗ്രാവിറ്റി, ശക്തമായ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് അവിടെയുള്ള മണ്ണും അതിൻ്റെ പിന്നെ എന്താ പറയുക പാറകളും ഇതൊക്കെ എല്ലാം സെഡിമെന്റ്സും ഒന്നിച്ച് ഒഴുകി പോകുന്നതാണ് മാസ് വാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് സ്ലംബിംഗ് ആണ്. സ്ലംബിംഗ് എന്ന് പറയുന്നത് സ്റ്റീപ്പ് ഹിൽ സൈഡിൽ നിന്ന്, അതായത് മുകളിൽ ഇങ്ങനെ കുത്തനെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് അവിടുത്തെ മണ്ണ്, ക്ലേ പോലെയുള്ള മണ്ണ് എന്താ പറയുക താഴേക്ക് റാപ്പിഡായിട്ട് ഒഴുകി പോകുന്നതിനെയാണ് സ്ലംബിംഗ് എന്ന് പറയും. അടുത്ത സർഫേസ് ക്രീപ്പാണ്. സർഫേസ് ക്രീപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ സർഫേസ്, ഗ്രൗണ്ട് സർഫേസ് എന്ത് ചെയ്യുന്നു, നിരങ്ങി നീങ്ങി പോകുന്നതിനെയാണ് എന്താ പറയുക സർഫേസ് ക്രീപ്പ് എന്ന് പറയാം. റോക്കും ഡെബ്രീസും അങ്ങനെയുള്ള എന്തൊക്കെ വേസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട് അതെല്ലാം എന്താ പറയുക അങ്ങോട്ടേക്ക് നീങ്ങി പോവാം, നിരങ്ങി നീങ്ങി പോവാം, സർഫേസ് ക്രീപ്പ് എന്ന് പറയാം. അത് ചിലപ്പോൾ ശക്തമായ കാറ്റിൻ്റെ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്. അടുത്ത സ്പ്ലാഷ് എറോഷനാണ്. സ്പ്ലാഷ് എറോഷൻ എന്ന് പറഞ്ഞാൽ സ്മോൾ സോയിൽ പാർട്ടിക്കിൾസ്. ഇപ്പം നമ്മൾ മഴ തുള്ളി ഇങ്ങനെ വീഴുന്ന സമയത്ത് അങ്ങനെ ഉറച്ചിട്ടില്ലാത്ത മണ്ണിലേക്കാണ് അല്ലെങ്കിൽ മണലിലേക്കാണ് വീഴുന്നതെങ്കിൽ ആ മഴത്തുള്ളി വീഴുന്ന അവിടുത്തെ മണൽ ഇങ്ങോട്ട് തെറിച്ച് മാറിപ്പോകും. അങ്ങനെ ചെറുതായിട്ടുള്ള മൂവ്മെൻറ്റ്സ്, മണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ് സ്പ്ലാഷ് ഇറോഷൻ എന്ന് പറയുക. അപ്പോൾ റെയിൻ ഡ്രോപ്സ് വീഴുന്നതിനനുസരിച്ച് ആ സോയിലിൽ വരുന്ന മൂവ്മെൻ്റ് ആണ്. അടുത്ത ഷീറ്റ് ഇറോഷനാണ്. ഷീറ്റ് ഇറോഷൻ എന്ന് പറഞ്ഞാൽ റെയിൻ ഡ്രോപ്സ് വീഴുന്നതിനനുസരിച്ച് അവിടെ ഇങ്ങനെ ചെറിയ എന്താ പറയുക വെള്ളം ഒഴുകാനുള്ള ചെറിയ കുഞ്ഞ് ചാല് പോലെ വന്നിട്ട് അതിലൂടെ വെള്ളം അതിൻ്റെ കൂടെ ഈ മണ്ണ് ഒഴുകി പോകുന്നതിനെയാണ് ഷീറ്റ് ഇറോഷൻ എന്ന് പറയും. റിൽ ഇറോഷനും അതേപോലെ തന്നെയാണ്. അതായത് ചെറിയ വെള്ളം പോകാനുള്ള പാത്ത്, ഇപ്പം മണ്ണിലേക്ക് വെള്ളം വീഴുന്ന സമയത്ത് ആ വെള്ളത്തിന് ഒഴുകി പോകാനുള്ള ചെറിയ പാത്ത് അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടും. എന്നിട്ട് ആ വെള്ളം അതിലൂടെ ഒഴുകും. ആ ഒഴുകുന്നതിൻ്റെ കൂടെ മണ്ണും കുറച്ച് ഒഴുകിപ്പോകും. അതാണ് റിൽ ഇറോഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഗുള്ളി ഇറോഷൻ. അതും നീർച്ചാലാണ്. ഇപ്പം നമ്മൾ ഈ വെള്ളം ഒഴുകി പോകുന്ന ചെറിയ ചാലുകൾ, അതിലൂടെ ഒഴുകി പോകുന്ന സമയത്ത് അതിൻ്റെ സൈഡിലേക്കുള്ള മണ്ണും ഒഴുകിപ്പോകും. അപ്പം അവിടെയും സോയിൽ ഇറോഷനാണ് സംഭവിക്കുന്നത് ആ മണ്ണ് ഒഴുകി പോകുമ്പോൾ. അങ്ങനെ വെള്ളം ഒഴുകുന്നതിൻ്റെ കൂടെ എന്താ പറയുക ചെറിയ ചാലുകളിലൂടെ വെള്ളം ഒഴുകുമ്പോൾ അതിലൂടെയുള്ള മണ്ണും ഒഴുകി പോകുന്നു ഗുള്ളി ഇറോഷൻ. വാലി ആൻഡ് സ്ട്രീം ഇറോഷനാണ് അടുത്തത്. കണ്ടിന്യൂഡ് വാട്ടർ ഫ്ലോ അലോങ് എ ലീനിയർ ഫീച്ചറാണ്. അപ്പോൾ അതിനകത്ത് സ്ഥിരമായിട്ട് വെള്ളം ഒഴുകുന്ന വാലീസിലൂടെ വെള്ളം ഒഴുകുന്നതിനനുസരിച്ച് അവിടെ ഉള്ള മണ്ണ് എന്താ പറയുക ഒഴുകിപ്പോവും. അതിനെയാണ് വാലി ഓർ സ്ട്രീം ഇറോഷൻ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ എന്താ വെള്ളം സ്ഥിരമായിട്ട് ഒഴുകുന്ന, ഇപ്പോൾ ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട്, അതിൻ്റെ സൈഡൊക്കെ ഇടിഞ്ഞു വീണ് അതിലൂടെ ആ മണ്ണും ഇത് വെള്ളത്തിൻ്റെ കൂടെ ഒഴുകി പോകുന്നതൊക്കെ വാലി ഇറോഷനാണ്. അടുത്ത ബാങ്ക് ഇറോഷൻ. റിവർ സ്റ്റീം. റിവർ അതായത് നദിയുടെ തീരമൊക്കെ ഇടിഞ്ഞു പോവുക. എന്നിട്ട് അപ്പം അങ്ങനെ ഇടിഞ്ഞ് അത് ഒഴുകുന്ന സമയത്ത് പിന്നെ റിവറിൻ്റെ അളവ് എന്ത് ചെയ്യും, കുറയും. ആ ഒരു എത്രയാണോ ശരിക്കും വെള്ളം ഒഴുകാനുള്ളൊരു സ്പേസ് ഉള്ളത് അതിൻ്റെ സ്പേസ് അവിടെ കുറയുകയാണ് ചെയ്യുക. മണ്ണിടിഞ്ഞ് വീണിട്ട് അതിൻ്റെ സ്പേസ് കുറഞ്ഞു പോകും. അപ്പം അങ്ങനെ ആ മണ്ണിടിഞ്ഞ് പോകുന്നതാണ് ബാങ്ക് ഇറോഷൻ എന്ന് പറയുക. ഈ തീരം, കടലിൻ്റെ തീരം, കോസ്റ്റൽ ഏരിയാസ് ഇടിയുന്നതാണ് ഷോർ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഷോർ ലൈൻ ഇറോഷൻ എന്ന് പറയുന്നത് അതിൻ്റെ എന്താ പറയുക റിവർ ലെവലിൽ, അതായത് ഈ കടലിൻ്റെ തീരം ഇടിഞ്ഞ്
ആ ഒരു മണൽത്തിട്ടയൊക്കെ ഇടിഞ്ഞ് അവിടെ നടക്കുന്ന ഇറോഷനെയാണ് ഷോർ ലൈൻ ഇറോഷൻ എന്ന് പറയും. അടുത്തത് ഇഫക്ട്സ് ഓഫ് സോയിൽ ഇറോഷൻ ആണ് പറഞ്ഞു വെക്കുന്നത്. ഇഫക്ട്സ് ഓഫ് സോയിൽ ഇറോഷനിൽ മെയിനായിട്ട് പറയാനുള്ളത് ഈ മണ്ണൊലിപ്പ് ഉണ്ട്. 40% നമ്മുടെ ഭൂമി വേൾഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഡീഗ്രേഡ് ആയി പോയിട്ടുണ്ട്. അതായത് കൂടുതലായിട്ടുള്ള നമ്മൾ ഈ ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മണ്ണിൻ്റെ ഫലപുഷ്ടിയൊക്കെ നഷ്ടപ്പെട്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ മണ്ണ് എന്താ പറയുക നമുക്ക് അത്ര സ്ട്രോങ് ആയിരിക്കില്ല. അപ്പം എന്തെങ്കിലും ഒരു ശക്തമായ മഴയോ കാറ്റോ ഒക്കെ വരുന്ന സമയത്ത് ഈ മണ്ണ് ഒഴുകിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ ഡീഫോറസ്റ്റേഷൻ ഇതിൻ്റെ വലിയൊരു കോസാണ്. ഡിഫോറസ്റ്റേഷൻ എന്ന് വെച്ചാൽ മരങ്ങളെല്ലാം വെട്ടി നിരത്തി കഴിയുമ്പോൾ മരങ്ങളിൽ ആണ് മണ്ണിനെ തടഞ്ഞു നിർത്തുന്നത്. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ വലിയൊരു മരം ഉണ്ടെങ്കിൽ അതിൻ്റെ വേര് കാരണം അവിടുത്തെ മണ്ണ് അവിടെ തന്നെ നിൽക്കും, ഇങ്ങോട്ട് നീങ്ങില്ല. അതേസമയം മരം വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വേരൊക്കെ ഉണങ്ങി പോയി കഴിഞ്ഞാൽ ആ മണ്ണ് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇടിഞ്ഞ് താഴേക്ക് പോകും. അപ്പം അങ്ങനെ ഒരു സോയിൽ ഇറോഷൻ വരാതെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൂടുതലായിട്ട് ഫോറസ്റ്റുകളാണ്, മരങ്ങൾ കൂടുതലുള്ളത്. അപ്പോൾ അത് വെട്ടുന്ന ഡീഫോറസ്റ്റേഷൻ ഇതിൻ്റെ ഒരു കാരണമാണ്. ക്ലൈമറ്റ് ചേഞ്ച് പിന്നെ സോയിൽ ഇറോഷന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നല്ല അഗ്രികൾച്ചർ ചെയ്യാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പിന്നെ ഭൂമി ഉപയോഗിക്കാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നുള്ളതാണ് ഇഫക്ട്സ് ഓഫ് സോയിൽ ഇറോഷൻ പറഞ്ഞു വെക്കുന്നത്. അടുത്ത സെഡിമെൻറ്റേഷൻ പ്രോസസ്സാണ്. സെഡിമെൻറ്റേഷൻ ഞാൻ പറഞ്ഞു ഈ ഒഴുകി വരുന്ന മണ്ണിനെയാണ് നമ്മളിവിടെ സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോയിൽ ഇറോഷൻ മണ്ണൊലിപ്പ് സംഭവിക്കുന്ന സമയത്ത് ആ ഒഴുകി വരുന്ന മണ്ണ് ഇപ്പം പെരുത്ത മഴ പെയ്തു, ഭയങ്കരമായിട്ട് ശക്തമായ മഴ പെയ്തു. അപ്പോൾ മഴയത്ത് കുറേ മണ്ണും കുറേ കാര്യങ്ങൾ അതിൻ്റെ എന്താ പറയുക പാറയും മണലും മണ്ണും എല്ലാം കൂടെ ഒഴുകി വന്നിട്ട് ഇപ്പം നമ്മൾ ഈ വെള്ളം ഒഴുകി പോകുന്നിടത്ത് കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു കുഴി എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ അവിടെ എല്ലാം കൂടെ ഇത് വന്ന് അടിഞ്ഞുകൂടും. അപ്പം അങ്ങനെ അടിഞ്ഞുകൂടുന്ന ഈ മണ്ണ് ഇതിനെ നമുക്ക് എന്ത് പറയാം, സെഡിമെൻറ്റേഷൻ എന്ന് പറയും. ഇവിടെ നോക്കാം. വൺസ് എ മെറ്റീരിയൽ ഈസ് ബ്രോക്കൺ ഫ്രീ ഓഫ് ലാർജ് മാസ് ഇറ്റ് ക്യാൻ ബി ക്യാരിഡ് എവേ ബൈ deposited elsewhere. This process of depositing eroded material is known as sedimentation. അപ്പം നമുക്ക് ഇവിടെ എന്താ പറയുക എവിടെയെങ്കിലുമൊക്കെ പൊട്ടി ഇതായി വരുവാണെങ്കിൽ അതിങ്ങനെ ലാർജ് മാസമായിട്ട് ഒഴുകി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുക, സെഡിമെൻറ്റേഷൻ എന്ന് പറയും. അപ്പോൾ അതിനകത്ത് ഈ ഒഴുകി വരുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് മണ്ണുണ്ടാവും, മണലുണ്ടാവും, പിന്നെ റോക്ക് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ അതിൻ്റെ കൂടെ പ്ലാസ്റ്റിക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒഴുകി വന്ന് അടിഞ്ഞുകൂടും. അതിനെയാണ് നമ്മൾ സെഡിമെൻറ്റേഷൻ എന്ന് പറയും. ദെൻ അടുത്തത് വൈ ഷുഡ് വി ബി കൺസിഡർ അബൌട്ട് ഇറോഷൻ ആൻഡ് സെഡിമെൻറ്റേഷൻ. അപ്പോൾ മണ്ണൊലിപ്പിനെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കരുതണം. മണ്ണൊലിപ്പ് തടയുകയും വേണം. അപ്പോൾ അതിന് കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒന്ന്. അതേപോലെ തന്നെ സെഡിമെൻറ്റേഷൻ ഉണ്ടായാൽ എന്തൊക്കെ സംഭവിക്കുന്നതാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞ് വീണ് അതിങ്ങനെ അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം സ്ലോപ്പ് മേലെ നിന്ന് ഇടിഞ്ഞു വരുന്നത് ഏറ്റവും താഴെ വന്നിട്ട് ആണ് അത് അടിഞ്ഞുകൂടുക. അപ്പം അങ്ങനെ അടിഞ്ഞുകൂടുമ്പോൾ ഇപ്പം നമ്മുടെ ഒരു പുഴയുടെ സൈഡാണ് ഇടിഞ്ഞു വീഴുന്നത് എങ്കിൽ അതെല്ലാം കൂടെ പുഴയിലേക്ക് ഇടിഞ്ഞു വീണ് കഴിയുമ്പോൾ അതിൽ വെള്ളത്തെ ഉൾക്കൊള്ളാനുള്ള ആ ഒരു ലെവൽ എന്ന് പറയുന്നത് ഡിക്രീസ് ആയിപ്പോവും. അപ്പം അതിനകത്ത് കൂടുതൽ വെള്ളം ഇൻക്ലൂഡ് ചെയ്യാൻ പുഴയ്ക്ക് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ പുഴയിലെ വെള്ളത്തിൻ്റെ അളവ് കൂടും. ഇപ്പോൾ ഒരു നല്ലൊരു ശക്തമായ മഴ പെയ്തു, മണ്ണെല്ലാം ഇടിഞ്ഞ് അതിൻ്റെ സോയിൽ ഇറോഷൻ മണ്ണിടിഞ്ഞ് അതിനകത്തേക്ക് വീണു. അപ്പം പിന്നെ വെള്ളം ഒഴുകാനുള്ള അളവ് അവിടെ കുറഞ്ഞു. അങ്ങനെ വരുന്ന സമയത്ത് ഈ വെള്ളം എങ്ങോട്ടേക്ക് വരും, കരയിലേക്ക് വരും. അപ്പോൾ അതെന്തിന് കാരണമാവും, ഫ്ലഡിന് കാരണമാവും. അപ്പോൾ വെള്ളപ്പൊക്കം വരും. അപ്പോൾ ഇങ്ങനെ സെഡിമെൻറ്റേഷൻ പല രീതിയിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം റിമൂവ് ചെയ്യേണ്ടത്, ഈ സെഡിമെൻറ്റേഷൻ റിമൂവ് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരും. അത് റിമൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് അത്രമാത്രം കോസ്റ്റ് വരുന്നൊരു പ്രോസസ്സായിട്ട് മാറും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എന്താ പറയുക, ഇതിനെ കൺസിഡർ ചെയ്യണം. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ മണ്ണൊലിപ്പ് തടയണം അല്ലെങ്കിൽ സെഡിമെൻറ്റേഷൻ വരാതെ നോക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണങ്ങൾ. ദെൻ അടുത്തത് പറഞ്ഞു വെക്കുന്നത് പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണ്. അപ്പോൾ ഇതും പോപ്പുലേഷൻ എക്സ്പ്ലോഷന് നമ്മളെ എന്താ പറയുക മാൻ മെയ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊണ്ട്, അതായത് നമ്മളുടെ ജനസംഖ്യ കൂടുന്നത് ജനങ്ങളിലൂടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണ് അടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓവർ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്കും എന്ത് വേണം, സേഫായിട്ട് ജീവിക്കാനുള്ള ഷെൽട്ടർ, ഫുഡ്, പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ, ഇങ്ങനെയുള്ള എല്ലാ റിസോഴ്സസും ഓരോ ഹ്യൂമൻ ബീയിങ്ങിനും ആവശ്യമാണ്. അതേസമയം പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി
കുറയും. അപ്പോൾ ഇവിടെ നമ്മുടെ പിന്നെ പോപ്പുലേഷൻ കൂടാനുള്ള കാരണം പണ്ടത്തെ പോലെ എന്താ പറയുക ഡെത്ത് റേറ്റ് ഇല്ല, അതേപോലെ തന്നെ ബർത്ത് റേറ്റ് കൂടുതലുമാണ്. ബർത്ത് റേറ്റ് കൂടുതലും ലൈഫ് എക്സ്പെക്റ്റൻസി ലൈഫിൻ്റെ ലോങ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കാരണം കൂടുതലായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ആൾക്കാരുടെ എന്താ പറയുക ലൈഫ് ടൈം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡെത്ത് റേറ്റ് കുറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ബർത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ പോപ്പുലേഷൻ കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ ഈ എല്ലാ പോപ്പുലേഷനും ആവശ്യമായിട്ടുള്ള ഫുഡും ക്ലീൻ വാട്ടറും ഡ്രിങ്കിങ് വാട്ടർ അതേപോലെ തന്നെ അവർക്കായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഫുഡ് എല്ലാ റിസോഴ്സസും ഷെൽട്ടറും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റിസോഴ്സസ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ ത്രെഡ്സ് ഓഫ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്ന് ഇൻസഫിഷ്യൻറ്റ് റിസോഴ്സ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള റിസോഴ്സസ്, ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമുള്ള റിസോഴ്സസ് ഉണ്ട്. പക്ഷെ കുറേ പേരുടെ അടുത്ത് റിസോഴ്സസ് കൂടുതലുണ്ട്, കുറേ പേരുടെ അടുത്ത് റിസോഴ്സസ് ഇല്ലാത്ത അവസ്ഥ. അതുകൊണ്ടാണ് എന്താ പറയുക റിസോഴ്സ് ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ കുറേ പേരുടെ കയ്യിൽ റിസോഴ്സസ് എത്താത്തൊരു അവസ്ഥയുണ്ട്. അതാണ് ഇൻസഫിഷ്യൻറ്റ് റിസോഴ്സസ്. പിന്നെ റോസ് ആൻഡ് വാട്ടർ ക്രൈസിസ്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക വെള്ളത്തിൻ്റെ ആവശ്യം കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വാട്ടർ ക്രൈസിസ് വരും. ഫുഡ് ഷോർട്ടേജ് വരും, എല്ലാവർക്കും ആവശ്യമുള്ള ഫുഡ് ലഭിക്കില്ല. പിന്നെ ഫ്രഷ് വാട്ടർ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ അല്ലാതെ വരും. ദെൻ നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള ഫോസിൽ ഫ്യൂവൽസ് ഇതൊക്കെ ഇൻക്രീസ് ചെയ്യാതെ എന്താ പറയുക കൂടുതലായിട്ട് ഉപയോഗം മൂലം അത് ലഭ്യമല്ലാതെയാകും. പിന്നെ എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ ഇങ്ങനെയുള്ള നോയ്സ് പൊല്യൂഷൻ ഇതൊക്കെ ഇൻക്രീസ് ചെയ്യും പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്. പിന്നെ ഡീഫോറസ്റ്റേഷൻ കൂടുതലായിട്ട് മരങ്ങളൊക്കെ വെട്ടിക്കളയുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഓക്സിജൻ്റെ അളവ് കുറയുകയും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ വരും. പിന്നെ അറ്റ്മോസ്ഫിയറിൽ തന്നെ ചേഞ്ചസ് വരും, ഗ്ലോബൽ വാർമിംഗ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡെസേർട്ടിഫിക്കേഷൻ, അതായത് മരങ്ങളൊക്കെ വെട്ടി ഡീഫോറസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് മരുഭൂമിയുടെ ആ ഒരു സ്ഥിതിയിലേക്ക് ഡെസേർട്ടിഫിക്കേഷനിലേക്ക് വരാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ പല രീതിയിലുള്ള സ്പീഷ്യസ്, പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷ്യസും നശിച്ചു പോകാനുള്ള വംശനാശം സംഭവിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഇത് പല റിസോഴ്സസ് അവൈലബിൾ അല്ലാതാവുമെന്ന് പറഞ്ഞു. അങ്ങനെ വരുന്ന സമയത്ത് ഡെത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യും. കാരണം പല കുഞ്ഞുങ്ങൾക്കൊന്നും നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊന്നും അവൈലബിൾ ആവില്ല. അങ്ങനെ വരുമ്പോൾ മോർട്ടാലിറ്റി റേറ്റ് മരണനിരക്ക് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ദെൻ കൂടുതലായിട്ട് ആനിമൽ ഫാമിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ആൾക്കാർക്ക്. പിന്നെ അതിന് പല രീതിയിലുള്ള എന്താ പറയുക ഡിസീസൊക്കെ വന്നു കഴിയുമ്പം അത് പിന്നെ ആൾക്കാരും മൃഗങ്ങളൊക്കെ ഒന്നിച്ച് ഏകദേശം ഒരു ഇതിൽ താമസിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡിസീസ് മൃഗങ്ങൾക്ക് വരാനും പിന്നെ ഹ്യൂമൻ ബീങ്ങിനെ എഫക്റ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. ദെൻ പല രീതിയിലുള്ള രോഗങ്ങൾ എപ്പിഡമിക്സും പാൻഡമിക്സും നമുക്ക് പകരുന്ന രോഗങ്ങളും അതേപോലെ തന്നെ സാംക്രമികമായിട്ടുള്ള പല രോഗങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച്. പിന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് പിന്നെ എന്താ പറയുക കുഞ്ഞുങ്ങൾക്കൊന്നും ലഭിക്കാത്ത സിറ്റുവേഷൻ വരുമ്പോൾ അത് പല ഡിസീസിന് കാരണമാകുന്നു. പിന്നെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് കുറയാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം ഓരോരുത്തർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സൊന്നും അവൈലബിൾ അല്ല അതുകൊണ്ട്. പിന്നെ അൺഹൈജീൻ ആയിട്ടുള്ള ലിവിങ് കണ്ടീഷനിൽ ഒരുപാട് പേര് ജീവിക്കുന്നതായിട്ട് നമുക്ക് എന്താ പറയുക കാണാനായിട്ട് സാധിക്കും. കാരണം പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ എന്താ പറയുക തെരുവിലൊക്കെ ഇങ്ങനെ കുറേ പേര് താമസിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ഒരു ഹൈജീൻ സിറ്റുവേഷനിലായിരിക്കില്ല ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നത്. പിന്നെ ക്രൈംസ് ഒക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടും. അങ്ങനെ വരുമ്പോൾ കൂടുതലായിട്ട് ക്രൈമുകൾ വരും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരും. പിന്നെ പലരും തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ അല്ലേ എല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കും. ഇല്ലാത്ത വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളൊക്കെ വരും. ഓരോരുത്തരുടെ അവരുടെ ഫ്രീഡം കുറയും. അതായത് ആളുകൾ കൂടുകയും പ്രശ്നങ്ങൾ വരികയും ചെയ്യുമ്പം പല രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരും. അപ്പം നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ആൾക്കാർക്കുള്ള ഫ്രീഡം അവിടെ കുറയും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ്
ഇതിനകത്ത് പറഞ്ഞേക്കുന്ന മിറ്റിഗേഷൻ മെഷേഴ്സ് ആണ്. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ബർത്ത് റെഗുലേഷൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്ന മെഷേഴ്സാണ് പറയുന്നത്. അത് റെഡ്യൂസ് ചെയ്യാൻ, ഇതിനെ പോപ്പുലേഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള ആണ് റെഡ്യൂസ് ചെയ്യാനുള്ള മെഷേഴ്സാണ് മിറ്റിഗേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മിറ്റിഗേഷൻ മെഷേഴ്സിന് ഫസ്റ്റ് ബർത്ത് റെഗുലേഷൻ ആണ്. ബർത്ത് റെഗുലേറ്റ് ചെയ്യുക, പിന്നെ എന്താ പറയുക, ജനസംഖ്യ കുറയ്ക്കുക. ഇപ്പോൾ ചൈനയിലൊക്കെ ഒരു കുടുംബത്തിന് ഒരു കുട്ടീനായിരുന്നു. ഇപ്പോൾ അവർ ആ നിയമം മാറ്റി, കഴിഞ്ഞ ദിവസം നമ്മൾ പേപ്പറിൽ കണ്ടു ആ ഒരു നിയമം അവർ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബർത്ത് റെഗുലേഷൻ, ഒരു കുടുംബത്തിന് ഇത്ര കുട്ടികളെന്നൊക്കെ വെക്കുകയാണെങ്കിൽ അവിടെ ആ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുമെന്ന് പറയുന്നു. പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ ജനങ്ങൾക്ക്, പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക. പിന്നെ അത് അപ്രോച്ചസ് ആൻഡ് എഫക്ട്സ്. അപ്പോൾ ഇവിടെ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് പിന്നെ യുദ്ധങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പകർച്ചവ്യാധിയൊക്കെ വന്ന് പോപ്പുലേഷനിൽ കുറവ് സംഭവിക്കും. ഇപ്പം നമ്മുടെ ഒരുപാട് പേര് പിന്നെ മരണപ്പെട്ടത് നമുക്കറിയാം, കൊറോണ വന്നിട്ട്. അപ്പോൾ അങ്ങനെ പോപ്പുലേഷൻ കൺട്രോൾ സംഭവിക്കും. അല്ലാതെ തന്നെ ചില സമയത്ത് ഇൻഫെർട്ടിലിറ്റി വന്നിട്ടും പോപ്പുലേഷനെ പ്രകൃതി തന്നെ കൺട്രോൾ ചെയ്യാറുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അത് അപ്രോച്ചസ് ആൻഡ് ഇഫക്ട്സിൽ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യപ്പെടും. അപ്പോൾ ആ പ്രോബ്ലം നമുക്ക് എന്താ പറയുക, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്നുള്ള ആ ഒരു പ്രോബ്ലം കൺട്രോൾഡ് ആക്കാമെന്നാണ് പറഞ്ഞു വെക്കുന്നത്.